ചാകര ചാകര. അങ്ങനെ നമ്മൾ പതിവ് പോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് പോകുന്ന പോലെ തന്നെ മീൻ പിടിക്കാൻ വേണ്ടി നമ്മൾ രാമപുരത്തുള്ള പുഴയുടെ ചെറിയൊരു അണക്കെട്ടുണ്ട്. അവിടെ വയലും പുഴയും കൂടിച്ചേരുന്ന സ്ഥലമാണ്. അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒന്ന് വീശി നോക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും വല നീങ്ങുമ്പോൾ എന്തോ അടിയിൽ ഉടക്കുന്ന പോലെ അവൻ തോന്നിയിട്ടുണ്ടായി. ചെറിയൊരു മഴ പെയ്യേണ്ട ലക്ഷണം ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്കൊരു നല്ലൊരു ചെമ്പല്ലിയാണ് അടിച്ചിട്ടുണ്ടായത്. കുഴപ്പമില്ല, ഒരു ആവറേജ് ഒരു 3/4 കിലോ അത്രയേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ മഴ പെയ്തു. പിന്നെ മഴ ചെയ്ത് കുറച്ച് തുറന്ന ശേഷം പിന്നെ രണ്ടാമത് വന്നു. പിന്നെ അവിടെയൊക്കെ ചറപറ വീതിട്ടുണ്ടായി വല. ചെറുത് കിട്ടിയിട്ടുണ്ടായി. പിന്നെ വല വല്ലപ്പോഴും വിരിഞ്ഞ് വരുള്ളൂ. അങ്ങനെ ഒരു വീണപ്പോൾ നമുക്ക് ഒരു 5-8 പാലത്താൻ എന്ന് പറയുന്ന ഒരു മത്സ്യത്തിന് കിട്ടിയിട്ടുണ്ടായി. ചാകര ചാകര. ഒരുപാട് നേരം വല വീഞ്ഞ് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അത്യാവശ്യം മീനൊക്കെ ചെറുതായിട്ടും വലുതായിട്ടും ഓരോന്നോരോന്നും കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായി. ഒരുപാട് നേരം നമ്മളങ്ങനെ വല വീശിക്കൊണ്ടിരുന്നായിരുന്നു. എല്ലാ വലയിൽ നിന്നും മീന് നമുക്ക് പ്രതീക്ഷിച്ച പോലെ കിട്ടിയിട്ടുണ്ടായില്ല. വല കാലിയായിട്ടൊക്കെ വന്നിട്ടുണ്ടായി. കാലിയായി വന്നത് പിന്നെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു വീശിൽ നമുക്കൊരു 3-4 ചെമ്പലി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം മോശമില്ലാത്തൊരു 1/2 കിലോ ആവറേജുള്ള സാധനമാണ് കിട്ടിയത്. നമ്മളെ വല വീഴുന്നത് നമ്മളെ സുഹൃത്ത് ഡൈജു ആണ്. നമ്മളെല്ലാ ദിവസവും വൈകിട്ടും മീനെ പിടിക്കാൻ പോകുന്നതാണ് ഇവിടെ. ലാസ്റ്റോട് ഞാനവിടെ ഇല്ലാത്തപ്പോൾ വീഞ്ഞ് വന്നു. ഒരു വല നിറയെ ചക്കമുള്ളെന്ന് പറയുന്നൊരു കുഞ്ഞ് മീനാണ് കിട്ടിയേക്കുന്നത്. വല നൂരിയെടുക്കാൻ വലിയ പ്രയാസമുള്ള മീനാണ്. കാരണം വല കുഞ്ഞ് മത്സ്യമായതുകൊണ്ട് വലയുടെ കണ്ണിയുടെ ഇടയിൽ കൂടി അത് കയറി ഇറങ്ങും. അപ്പോൾ ഒരുപാട് നേരത്തെ പ്രയത്നം കൊണ്ടാണ് ആ വലയൊന്ന് ക്ലിയറാക്കി എടുത്തത്. നല്ല മുളകും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ട് നല്ലോണം വറുത്ത് പൊരിച്ചെടുക്കാൻ പറ്റിയ ബെസ്റ്റ് സാധനമാണ്. ഒന്നും കളയാനില്ല. നമുക്ക് ഇന്നത്തെ കിട്ടിയ മീനാണിത്. കുഴപ്പമുണ്ടായില്ല, അടിപൊളി.